ഹായ് ഫ്രണ്ട്സ്, 1994 മമ്മൂട്ടിക്ക് ഒരു നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു. എന്നാൽ അത് പൈസ കൊടുത്ത് വാങ്ങിച്ചതെന്നാണ് ബോളിവുഡിൽ നിന്നൊരു നായകനായ പരേഷ് ശർമ്മ. പണ്ടത്തെ നായകനാണ് പരേഷ് ശർമ്മ ഇപ്പോൾ വന്നിരിക്കുന്നത്. തനിക്ക് കിട്ടേണ്ട സർദാർ എന്ന് പറയുന്ന ചിത്രത്തിൽ കിട്ടേണ്ട ദേശീയ അവാർഡ് അവസാന നിമിഷം മമ്മൂട്ടി ലോബിയിങ്ങിലൂടെ സ്വന്തമാക്കി എന്നാണ് പരേഷ് ശർമ്മ പറയുന്നത്. മമ്മൂട്ടിക്ക് ആ അല്ലെങ്കിൽ 1994 ലഭിക്കേണ്ടിയിരുന്നതല്ല ആ നാഷണൽ അവാർഡ്, അത് മമ്മൂട്ടി ലോബിയിങ്ങിലൂടെ ഉണ്ടാക്കിയതാണ് എന്നാണ് പരേഷ് ശർമ്മ പറയുന്നത്. പരേഷ് ശർമ്മ അവസാനം വരെയും പ്രതീക്ഷിച്ച് സർദാർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി നാഷണൽ അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അവസാനം ഡൽഹിയിലെത്തിയപ്പോഴാണ് പരേഷ് ശർമ്മ അറിയുന്നത് പരേഷ് ശർമ്മയ്ക്ക് സഹനടനുള്ള അവാർഡാണ് ലഭിച്ചതെന്നും അത് നമ്മുടെ സർദാർ എന്ന് പറഞ്ഞ മൂവിക്കല്ല, സർ എന്ന് പറയുന്ന ഒരു സിനിമ അഭിനയിച്ചിരുന്നു, അതിനകത്താണ് ഇങ്ങർക്ക് മികച്ച സഹനടനുള്ള അവാർഡ് ലഭിച്ചതെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഈ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിച്ച ഈ രണ്ട് ചിത്രങ്ങൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് മനസ്സിലാവും ആർക്കാണ് നാഷണൽ അവാർഡ് കിട്ടേണ്ടിയിരുന്നതെന്ന്. രണ്ട് ചിത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ പൊന്തന്മാടയും വിധേയനും. ആ രണ്ട് സിനിമകൾക്കാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് 1994 ലഭിച്ചത്. ഇങ്ങനെ പറയണത് അതിനേക്കാളും മികച്ച അഭിനയമാണ് ഈ ഒരു സർദാർ എന്ന് പറഞ്ഞ സിനിമയിൽ 1994 കാഴ്ചവെച്ചത്. ഇനി ഞാൻ കേട്ടിട്ടുപോലുമില്ല സർദാർ എന്ന് പറഞ്ഞ മൂവി എന്താണെന്ന് പോലും. പക്ഷെ ചിലപ്പം വിധേയനും പൊന്തന്മാടയൊക്കെ അവിടെയും അങ്ങനെ ആയിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ വിധേയനും പൊന്തന്മാട എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പൈസ കൊടുത്ത് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വില്ലൻ റോൾ, ഒരു നായകൻ വില്ലൻ റോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്ന റോളാണ് വിധേയൻ എന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂട്ടിയുടെ റോള്. അല്ലെങ്കിൽ തന്നെ മമ്മൂട്ടി ഇപ്പോൾ കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിൽ വരുന്നത് മമ്മൂട്ടി നേരത്തെ വില്ലനായി അഭിനയിച്ച റോൾ എപ്പോഴും മനസ്സിൽ വരുന്നത് നമുക്ക് വിധേയനിലെ റോളായിരിക്കും. പിന്നെ പൊന്തന്മാട നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, സിനിമ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് മമ്മൂട്ടി പൊന്തന്മാടയിലെ റോള് അഭിനയിച്ച് ആ വേഷം കൊണ്ടാണെങ്കിലും രൂപം കൊണ്ടാണെങ്കിലും മാറി അഭിനയിച്ചതെന്ന് സിനിമ കണ്ട ഏവർക്കും മനസ്സിലാവും. അതൊരു ലാലേട്ടൻ ഫാൻസ് പോലും ചിലപ്പോൾ അതിനെ വിമർശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊന്തന്മാട എന്ന് പറഞ്ഞ സിനിമ ഒരു ക്ലാസിക്കാണ് മലയാളത്തിലെ. അത്രയും അഭിനയ പാടവ്യമുള്ള ഒരു നടന് മാത്രമേ ആ റോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടിക്ക് മാത്രമേ അങ്ങനത്തെ റോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മോഹൻലാൽ ഫാൻസ് ഒന്നും താഴെ പറയും മോഹൻലാലിന് പറ്റുമെന്ന്. മോഹൻലാലിന് വേഷം മാറിയുള്ള ഒരു രൂപമാറ്റം വരുത്തിയുള്ള ഒരു കഥാപാത്രവും മോഹൻലാലിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഫാൻസുകാർക്ക് പോലും അറിയാമെന്നുള്ള കാര്യമാണ്. പിന്നെ താഴെ വന്ന് പൊങ്കാലയിടേണ്ടത്, നമ്മൾ ഒരു നടനെ മാത്രം തള്ളിക്കയറ്റുകയും അല്ലെങ്കിൽ ഒരു നടനെ താഴെ ഇടുകയും ചെയ്യുന്ന ഒരു ചാനലല്ല ഇത്. രണ്ട് നടന്മാർക്കും അല്ലെങ്കിൽ മലയാളത്തിലുള്ള എല്ലാ നടന്മാർക്കും ഒരേ തന്നെയാണ് നമ്മൾ ഈ ചാനലിൽ കൊടുക്കുന്നത്. അല്ലാതെ ആർക്കും ഒരു പക്ഷാഭേദവും നമ്മൾ കാണിക്കുന്നില്ലെന്നുള്ള കാര്യം ഈ ചാനലിൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം. അപ്പം നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഞാൻ ഏതെങ്കിലും നടന് പ്രാധാന്യം കൊടുത്ത് വീഡിയോ ഇടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലിടാം. പിന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിധേയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പൊന്തന്മാട എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വരുമെങ്കിൽ ഇത്രയോ ചിത്രങ്ങൾ 37 തവണ പുരസ്കാരത്തിന് വേണ്ടി അർഹതയുള്ള നടനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു താരമാണ് മമ്മൂട്ടി എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്നിട്ട് ആ 37 തവണ 4 തവണയാണ് ആകെ നാഷണൽ അവാർഡ് ലഭിച്ചത്. ലോബിയിങ്ങിലൂടെ സ്വന്തമാക്കാമെങ്കിൽ പുള്ളിക്ക് 25-26 നാഷണൽ അവാർഡ് വീട്ടിൻ്റെ മറ്റേ ഷോക്കേസിനകത്ത് ഇരുന്നനെ എന്നുള്ള കാര്യത്തിൽ മലയാളികൾക്കൊന്നും ഒരു ഡൗട്ടും ഇല്ല. കാരണം 37 തവണയും മലയാളികൾ പ്രതീക്ഷയോടെ ഇരുന്നത് മമ്മൂട്ടിക്ക് ലഭിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ ആ സമയങ്ങളിലൊന്നും മമ്മൂട്ടിക്ക് അവിടെ നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നില്ല. കാരണം അത്രയും അവിടെ ലോബിയിങ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആ 4 തവണ മാത്രം കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്കും തന്നെ അത് കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള നിലയിലെത്തിയതിന് ശേഷമാണ് ആ 4 ചിത്രങ്ങൾ ആ 4 വർഷവും മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് ലഭിച്ചത്. ഒരു നല്ല രീതിയിൽ മമ്മൂട്ടി ഒതുക്കാറുണ്ട്. ചില സിനിമ അമരം എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ നാഷണൽ അവാർഡിന് പോയപ്പോൾ സൗന്ദര്യം കൂടിപ്പോയി എന്നുള്ള പേരിലാണ്, അരയൻ്റെ സൗന്ദര്യം കൂടിപ്പോയി എന്ന് പറയുന്ന പേരിലാണ് നാഷണൽ അവാർഡ് ഒഴിവാക്കിയെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. അതുപോലെ നാഷണൽ ജൂറി അംഗമാണ് നമ്മുടെ അടുത്ത് വെളിയിൽ വിട്ടത്. അപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്കും ആരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. പരേഷ് എന്തോ പേര്, എൻ്റെ പേര് സർദാർ എന്ന് പറഞ്ഞ സിനിമയുടെ നായകനാണ്, ബോളിവുഡ് താരമാണ്. പുള്ളി പറഞ്ഞ പുള്ളിക്ക് നാഷണൽ അവാർഡ് പിന്നെ പുള്ളിക്ക് നാഷണൽ അവാർഡ് ഇതുവരെ ഒരു നാഷണൽ അവാർഡ് മികച്ച നടന്ന് പറഞ്ഞ ഇതിൽ കിട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങനെയാണ് വലിയ നടനാണെങ്കിൽ എത്ര സിനിമകളിൽ അഭിനയിച്ച് ഒരു നാഷണൽ അവാർഡ് വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് ലഭിക്കണ്ടേ, അതും ലഭിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പം മമ്മൂട്ടിക്ക് ഒന്നല്ല 4 എണ്ണം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ഓക്കെ, നന്ദി നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടാം. നന്ദി നമസ്കാരം. ഓക്കെ.